UFC 317 കഴിഞ്ഞപ്പോൾ അതിലെ മെയിൻ കാർഡിൽ ഉണ്ടായിരുന്ന അവസാന 3 ഫൈറ്റ്സ് ശരിക്കും ഈ 3 ഫൈറ്റ്സ് ആണ് ആ മൊത്തം കാർഡിന്റെ കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഇലിയ ടുപൂരിയ വേഴ്സസ് ചാൾസ് ഒലിവേര, പിന്നെ പൻഡോജ വേഴ്സസ് കൈക്കാര ഫ്രാൻസ്. ഇതു രണ്ടും ചാമ്പ്യൻഷിപ്പ് ഫൈറ്റുകളായിരുന്നു. എന്നാൽ ബ്രാൻഡൻ റോയ്വാൾ വേഴ്സസ് ജോഷുവ വാൻ ഫൈറ്റിനെ കൂടി ഇതിനൊപ്പം ചേർക്കേണ്ടി വരും. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫൈറ്റുകളിൽ ഒന്നായിരുന്നു ഇതെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. 3 റൗണ്ടുകളും രണ്ടുപേരും വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ചു പോരാടി. ഈ ഫൈറ്റ് ഒരു 5 റൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി. അങ്ങനെയായിരുന്നാൽ ചിലപ്പോൾ വാൻ റോയ്വാളിന് നോക്കൌട്ട് ചെയ്തേന്. എല്ലാവരും ഫ്ലൈ വെയ്റ്റ് ഫൈറ്റ്സ് ബോറിംഗ് ആണ്, ഡിസിഷൻ റിസൾട്ട് മാത്രമേ വരികയുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും പേഴ്സണലി എനിക്കിഷ്ടം ഫ്ലൈ വെയ്റ്റ് ബാൻഡം വെയ്റ്റ് ഫൈറ്റുകളാണ്. വൺ പഞ്ച് നോക്കൌട്ടുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീറ്റീവായി ബാക്ക് ആൻഡ് ഫോർത്ത് ബാറ്റിൽസ് കാണുവാൻ സാധിക്കും. മാനൽ കേപ്പ് സാധാരണ പോലെ തന്നെ ബ്രാൻഡൻ റോയ്വാളിനെതിരെയുള്ള ഫൈറ്റിൽ നിന്നും ഫുട്ട് ഇഞ്ചുറി കാരണം പിന്മാറിയതുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിലാണ് 23-കാരനായ ജോഷുവ വാൻ ഈ ഫൈറ്റിലെത്തുന്നത്. 5 തുടർ വിജയങ്ങളുമായി UFC ഫ്ലൈ വെയ്റ്റിൽ ഉയർന്നു വരുന്ന താരമായ വാൻ ഈ ഫൈറ്റ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം റോയ്വാൾ അത്രയ്ക്കും നല്ലൊരു ഫൈറ്ററാണ്. ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ജോഷുവ താൻ UFC ഗോൾഡിലേക്ക് ഷോർട്ട് കട്ടായാണ് ഈ ഫൈറ്റ് ഏറ്റെടുത്തതെന്ന് തെളിയിക്കുവാൻ തുടങ്ങി. റോയ്വാളിന്റെ എല്ലാ സ്ട്രൈക്കിനും ഒരു നല്ല കൗണ്ടർ അയാൾ ഒരുക്കി വെച്ചിരുന്നു, അതും നല്ല പവർ ഷോട്ടുകൾ തന്നെ. റോയ്വാൾ മുൻപോട്ട് വരുമ്പോൾ തിരിച്ചു കിട്ടുന്ന പവർ ഷോട്ട്സ് ആദ്യ റൗണ്ടിൽ അയാളെ അല്പം പിന്നോട്ടടിച്ചു. എന്നാൽ രണ്ടാം റൗണ്ടിൽ റോയ്വാൾ താളം കണ്ടെത്തിയതുപോലെ തോന്നി. കൂടുതൽ അഗ്രസീവായും നല്ല പ്രഷർ കൊടുത്തും റോയ്വാൾ മുന്നേറി. രണ്ടുപേരും റേഞ്ചിനുള്ളിൽ പോക്കറ്റിൽ നിന്നുകൊണ്ട് ഒരു പേടിയുമില്ലാതെ ഷോട്ടുകൾ പരസ്പരം കൊടുത്തുകൊണ്ടേയിരുന്നു. ജോഷുവ വാന്റെ പവർ പഞ്ചുകൾ റോയ്വാളിന്റെ മുഖത്ത് മുറിവുകൾ ഉണ്ടാക്കി. 3-ാം റൗണ്ടിലും മുൻപോട്ട് വന്ന് ഫൈറ്റ് ചെയ്ത റോയ്വാളിന് പക്ഷേ വാന്റെ കൗണ്ടറുകൾക്ക് മറുപടിയില്ലായിരുന്നു. കോംബോയും ലെഫ്റ്റ് റൈറ്റുമൊക്കെ കൃത്യമായി കണക്ട് ചെയ്ത വാൻ അവസാന നിമിഷം റോയ്വാളിനെ നോക്ക്ഡൗൺ ചെയ്യുകയും ചെയ്തു. ഈ വിജയത്തോടെ ജോഷുവ വാൻ ഫ്ലൈവെയ്റ്റ് ഗോൾഡിനടുത്തെത്തി എന്ന് തോന്നുന്നു. അടുത്തത് കോമെയിൻ ഇവന്റ് അലക്സാണ്ടർ പാൻഡോജ വേഴ്സസ് കൈക്കാര ഫ്രാൻസ്. ഫ്ലൈവെയ്റ്റിലെ പവർ പഞ്ചേഴ്സിൽ ഒരാളാണ് കൈക്കാര ഫ്രാൻസ്. ഫേസ് ഓഫിന്റെ സമയത്ത് ഫൈറ്റ് നല്ല ടൈറ്റ് ആവുമെന്ന് കരുതിയെങ്കിലും ഒരു വൺ സൈഡഡ് ഫൈറ്റ് മാത്രമായിരുന്നു ഇത്. 50 സെന്റിന്റെ മിനിമം സോങ്ങുമായി ഒക്ടഗണിലേക്ക് നടന്നു കയറിയ പൻഡോജയുടെ ആദ്യ ഷോട്ട് തന്നെ കണക്ട് ആവുകയും പിന്നീട് ഫൈറ്റ് ഗ്രൗണ്ടിലേക്ക് പോവുകയും ചെയ്തു. 2-ാം റൗണ്ടും 1-ാം റൗണ്ട് പോലെ തന്നെ കടന്നുപോയെങ്കിലും 2-ാം റൗണ്ടിന്റെ അവസാന നിമിഷം പൻഡോജ അല്പം തളർന്നതുപോലെ തോന്നി. 3-ാം റൗണ്ടിൽ ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ട കൈക്കാരയ്ക്ക് പക്ഷേ ഇത്തവണ പൻഡോജയുടെ സബ്മിഷൻ തടയുവാനായില്ല. കാരണം അത്രയ്ക്ക് വളരെ നിസ്സാരമായാണ് അയാൾ ആ സബ്മിഷൻ എക്സിക്യൂട്ട് ചെയ്തത്. പൻഡോജയുടെ ലെഫ്റ്റ് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരുന്ന കൈക്കാരയുടെ കൈ ഒരു നിമിഷം ഒന്ന് മാറിയപ്പോൾ വളരെ നിസ്സാരമായി അയാൾ റിയർ നേക്കഡ് ചോക്കിൽ ആ ഫൈറ്റ് ഫിനിഷ് ചെയ്തു. ഫ്ലൈ വെയ്റ്റ് ഗോഡ് സ്റ്റാറ്റസിൽ ഇപ്പോൾ ജോൺസണൊപ്പം പൻഡോജയുടെ പേരും പലരും ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ ചില ഫാൻസ് പൻഡോജ ബെൻഡം വെയ്റ്റിൽ പോയി മെറാബുമായി ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കണ്ടു. പക്ഷേ ഈ ഒരു കാർഡിയോയുമായി മെറാബിന്റെ അടുത്തേക്ക് ചെന്നാൽ ഒരുപക്ഷെ ജയിക്കുവാൻ പാടുപെടും. അവസാനം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മെയിൻ ഇവന്റ് ഇലിയ ടുപൂരിയ വേഴ്സസ് ചാൾസ് ഒലിവേര. ചാൾസിന്റെ ഹൈറ്റ്, റീച്ച്, പിന്നെ ലൈറ്റ് വെയ്റ്റ് എക്സ്പീരിയൻസ് ഇതൊക്കെ ഇലിയയ്ക്ക് വെല്ലുവിളിയാകുമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഒപ്പം ഫെദർ വെയ്റ്റിലെ പഞ്ചിങ് പവർ ഇലിയയ്ക്ക് ലൈറ്റ് വെയ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയവും പ്രകടിപ്പിച്ചിരുന്നു. ഫൈറ്റിന്റെ തലേന്ന് തന്നെ വിജയ സെലിബ്രേഷൻ നടത്തിയ ഇലിയ തോറ്റാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഈ ഫൈറ്റ് എല്ലാവരും കണ്ടതെന്ന് തോന്നുന്നു. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ടുപേരുടെയും സൈസ് ഡിഫറൻസ് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒലിവേര ഒരു ഹ്യൂജ് ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു. അയാളുടെ പകുതി മാത്രമേ ഇലിയ ഉണ്ടായിരുന്നുള്ളൂ. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇലിയ ഒലിവേരയുടെ മേൽ പഞ്ചുകൾ ലാൻഡ് ചെയ്യുവാൻ തുടങ്ങി, അതും നല്ല ഹെവി പഞ്ചുകൾ. ഒലിവേര ലെഗ് കിക്ക് ചെയ്തുവെങ്കിലും ടുപൂരിയ പിന്നെയും സ്ട്രൈക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഒലിവേര ഒരു ടേക്ക് ഡൗൺ ട്രൈ ചെയ്തുവെങ്കിലും ഗ്രൗണ്ടിൽ പോയത് പക്ഷേ ഒലിവേര തന്നെയായിരുന്നു. എന്നാൽ ഇലിയ ടോപ്പ് പൊസിഷനിൽ ആയിട്ടും ഒലിവേരയുടെ BJJയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഗാർഡിൽ നിന്നും വെളിയിൽ വരാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഒലിവേര അയാളുടെ ലെഗ് ലോക്ക് ചെയ്തു. ഒരു നിമിഷം ഒലിവേര ഇലിയയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തും എന്ന് കരുതിയെങ്കിലും ഇലിയ അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഫൈറ്റ് അധിക സമയം മുൻപോട്ട് പോയില്ല. പ്രഷർ ചെയ്യുവാനായി മുൻപോട്ട് വന്ന ഒലിവേരയെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊണ്ട് ഇലിയ നോക്കൌട്ട് ചെയ്തു. ഇടികൊണ്ട് ഔട്ട് കോൾഡായ ഒലിവേരയെ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. തന്റെ സ്ട്രൈക്കിങ്ങിലെ പരിമിതികൾ ഓർക്കാതെ മുൻപോട്ട് വന്ന് ഫൈറ്റ് ചെയ്യുക എന്ന ദൗർബല്യമാണ് അയാൾക്ക് ഈ ഫൈറ്റിൽ തോൽവിക്ക് കാരണം.
വളരെ മികച്ച ബോക്സറാണ് ഇലിയ, ഒപ്പം നോക്കൌട്ട് പവറും. അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ബോക്സിംഗ് റേഞ്ചിന് വെളിയിൽ നിന്നും ഫൈറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ വിധി മറിച്ചായേനെ. പക്ഷേ ഒലിവേരയെ നമുക്ക് കുറ്റപ്പെടുത്തുവാനാവില്ല. എതിരാളിയെ പേടിക്കാതെ മുൻപോട്ട് വന്ന് നേടിയതാണ് അയാൾ എല്ലാ വിജയങ്ങളും. അങ്ങനെ ഒരാൾ അയാളുടെ ഫൈറ്റിംഗ് രീതി വിട്ടു മത്സരിക്കണം എന്ന് പറയുന്നത് മണ്ടത്തരമാവുകയുള്ളൂ. മത്സരശേഷം WWE സ്റ്റൈലിൽ പാഡി പിംബ്ലറ്റ് ഇലിയയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒക്ടഗണിനകത്തേക്ക് വരികയും ഒന്നും തള്ളും ആവുകയും ചെയ്തു. ഇലിയയുടെ വിജയം അയാളെക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഡാന വൈറ്റിനായിരിക്കും. അയാൾക്ക് ഇനിയും കുറെ ഫൈറ്റുകൾ ഈ പേരിൽ ബുക്ക് ചെയ്യാമല്ലോ. ഈ വിജയത്തോടെ ഇലിയ വേഴ്സസ് ഇസ്ലാം ഫൈറ്റ് ചർച്ചകൾ ഇനിയും ജീവൻ വയ്ക്കും. ഇലിയെ പേടിച്ചാണ് ഇസ്ലാം ലൈറ്റ് വെയ്റ്റിൽ നിന്നും വെൽട്ടർ വെയ്റ്റിലേക്ക് മൂവ് ചെയ്തു പോയതെന്ന് പറയുമായിരിക്കും.